നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അങ്ങനെ ഇടാറുണ്ട്. നല്ല നല്ല അതെല്ലാം കോമഡി ആയിട്ട് ഇടുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഇടുന്ന സംഭവം അത് നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് ആണോ അതോ ജസ്റ്റ് ഫോർ കണ്ടന്റ് ആണോ നിങ്ങൾ ഇടുന്നത്? അതായത് ഒരു ഐഡിയോളജി പിന്നെ ഫോക്കസ് ചെയ്ത് പോകുന്നല്ല. അതെ അല്ല അതെ അതെ. അല്ല അങ്ങനെയൊന്നുമല്ല. ഇത് ഇതിൽ ഞങ്ങളുടെ ഐഡിയോളജി ഇല്ല, ഞങ്ങളുടെ പേഴ്സണൽ ടേസ്റ്റുകളില്ല. ഞങ്ങൾ ഇന്ന് എന്താണോ കാണുന്നത് അതാണ് ഞങ്ങളുടെ വിഷയം. അല്ലാതെ ഇതിൽ ഭയങ്കരമായിട്ട് ഓർത്ത് പിന്നെ ഭയങ്കരമായിട്ട് ഇപ്പം ഇവിടെ പറയാൻ പാടുന്നതല്ല, പണ്ട് ഫെമിനിസ്റ്റുകളെ കുറിച്ചിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ടേസ്റ്റ് ആണെന്ന് അർത്ഥമില്ല. അത് ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തെക്കുറിച്ച് അതിനെ നിങ്ങളൊരു മിറർ പോലെ കാണുക. യഥാർത്ഥത്തിൽ ഇങ്ങനെ നിങ്ങൾ കാണുമ്പോഴെങ്ങനെ ഒരു തേർഡ് പേഴ്സൺ കാണുമ്പോഴെങ്ങനെയാണെന്ന് നിങ്ങളെ തോന്നിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ പുറകെ നമുക്ക് അങ്ങനെ ഇന്ന രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഇവർ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ ഒറിജിനൽ ചിന്താഗതി വീഡിയോസിലില്ല. ഒറിജിനൽ കുറേ ചിന്താഗതികൾ ഉണ്ടെങ്കിലും ആ ചിന്താഗതികൾ ആളുകളുടെ മേളിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളൊരു രീതിയല്ല ഞങ്ങൾ. അത് എൻ്റെ വിശ്വാസം അല്ല, എൻ്റെ ഐഡിയോളജി, അത് എനിക്ക് മാത്രം. അത് നിങ്ങളത് ചെയ്യണം, അത് ആക്കണം, അതിന് മാത്രം ഞാൻ നിങ്ങൾക്ക് ചിലവൊന്നും തരുന്നില്ലല്ലോ. അപ്പം ഈ വീഡിയോ കാണുന്ന ആളോട് ഞാൻ പഠിപ്പിക്കണം നിങ്ങൾ ഇത് ചെയ്യും അത് ചെയ്യും, അങ്ങനെയൊന്നുമില്ല. കണ്ടന്റ് മാത്രം അത്ര മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഒരു കണ്ടന്റ് കാരണം മറ്റുള്ളവർക്ക് കുറച്ചേരം ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാവും. നിങ്ങളെ ചീത്ത വിളിക്കാതെ, നിങ്ങളെ വിഷമിപ്പിക്കാതെ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഇതൊരു വേറൊരു ഡയമെൻഷനിൽ നിങ്ങൾ കാണുക, ചുമ്മാ കാണുക, വിടുക. ഇഷ്ടപ്പെടാതെ അതിപ്പോൾ എല്ലാ വീഡിയോസൊന്നും അല്ല, ഞങ്ങൾ അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാ വീഡിയോയും ആളുകൾ ഇഷ്ടപ്പെടണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഞങ്ങളുടെ വീഡിയോ തന്നെ ഞങ്ങൾ ഇത്രയും വീഡിയോസ് ചെയ്തിട്ട് പിന്നെ ആ വീഡിയോസ് പിന്നെയും കണ്ട് നിർവൃതി കൊള്ളുന്ന ആളുകളല്ല നമ്മൾ. ചിലത് ഞങ്ങളിപ്പോൾ കാണുമ്പോൾ ഞങ്ങൾ എത്ര വൃത്തികെട്ട വീഡിയോ ആണെന്ന് നമുക്ക് തോന്നും. അതെല്ലാ കാലത്തും എല്ലാവർക്കും തോന്നി. നമുക്കത് തോന്നുന്നുണ്ട്, പുറത്തുള്ള ആളുകൾ എന്തായാലും പറയില്ലേ. അത്രേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് രണ്ടാൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ മലയാളത്തിലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരൊക്കെയാണ്? ഇതേപോലെ കപ്പിൾ ക്രിയേറ്റേഴ്സ്. ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് കണ്ടു തുടങ്ങിയത് ഈ മറ്റേ നമ്മുടെ VRA സംഭവം എന്ന് പറഞ്ഞിട്ടൊരു, ഞങ്ങൾ എപ്പോഴും ഒരു VRA സംഭവം ഉള്ള ആ ടീം ചെയ്തത് ഈ പ്രൊമോഷൻസ് ഒന്നും ഇല്ലാതെ, ഒന്നിനും വളച്ചൊടിക്കാതെ. നിങ്ങൾ പ്രൊമോഷൻസ് ചെയ്യുന്നില്ല? അതെ, അത് നമ്മൾ ശ്രദ്ധിച്ചാല് പ്രൊമോഷൻസ് ഒരു ബ്രാൻഡിന്റെ പ്രൊമോഷൻസോ ആഡ്സോ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഒരുപാട് വരാറുണ്ട്. ചില ആൾക്കാർ ഭയങ്കര പൈസയുള്ള ദാരിദ്ര്യം ആവശ്യത്തിന് വീട്ടിലുണ്ട്, അതിനർത്ഥം. പക്ഷേങ്കിൽ അതിനർത്ഥം നമ്മളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പേടിയുണ്ടാകും, ചെയ്യുന്ന ആൾക്കാരെ കുറച്ച് കാണും, എല്ലാവരോട് ചെയ്യരുതെന്ന് പറയുന്നതല്ല. എൻ്റെ ഒരു കോൺസെപ്റ്റിൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, ഞാനൊരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുന്നു, ഇവിടെ വന്ന് ബിരിയാണി കഴിച്ചോളൂ. നാളെ അത് കേട്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെയും പിന്നെ വയസ്സായ പിന്നെ അപ്പനെയൊക്കെ കൂട്ടി അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഒരു ഫുഡ്, അപ്പം നിങ്ങൾ എന്തായാലും ഒബ്വിയസ്ലി നിങ്ങൾ പറയും, ആ വിജിൽ പറഞ്ഞിട്ടാ അല്ലെ അംബിക പറഞ്ഞിട്ടാ, നിങ്ങൾ പറയില്ലേ? നിങ്ങൾ പറയില്ലേ? ഞാൻ പറയും. എന്നോട് നിങ്ങൾ പറയുന്നു, ചേട്ടാ അവിടെ പോയിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചോ, അടിപൊളി ഫുഡാണ്, അത് മോശമാണ്, അല്ല എൻ്റെ കുഞ്ഞിന് വയറിന് എന്തെങ്കിലും പ്രശ്നം പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പോയത്. ഇതെനിക്ക് കേൾക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് നമ്മൾ വേണ്ട, അത്രയും ഇച്ചിരി കുറച്ച് പൈസ മതി. ആഡ്സ് ഒക്കെ ആയാലും ശരിക്കും വലിയ എമൗണ്ട് ഒക്കെ പറയുന്ന ആളുകൾ കാണുമല്ലോ, എന്നിട്ടും ഒരു ആഡ് പോലും ചെയ്യാതിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല്. അല്ല, ഞങ്ങളുടെ സന്തോഷം ഈ ഒരു പരിപാടി മാത്രമാണ്. നിങ്ങൾക്ക് ആ ഒരു ഇത് ഇടുക, ഫ്യൂച്ചറിലായാലും എടുത്ത് കാണാൻ പറ്റുന്ന ഒരു കണ്ടന്റ് അത്രേ ഉള്ളൂ. അത് ഒരു കമോഡിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് വളച്ചൊടിക്കുക, അതിതാക്കുക, അങ്ങനത്തെ ഒരു പരിപാടികൾ നമ്മൾ ചെയ്യാറില്ല. പേടിച്ചിട്ടാ, എന്തിനാണ് വെറുതെ വേറെ ആളെ ദ്രോഹിക്കുന്നത്? നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും ചിലപ്പോൾ, ആ ഒരു ആപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വെച്ചോളൂ. ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയേണ്ട ആവശ്യം, നിങ്ങൾ അത് ചെയ്യരുത്, അത് ചെയ്യണം,